പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നവോച്ച സിംഗുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നവോച്ച സിംഗ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ തുടർന്നേക്കും. ISL 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു നവോച്ച സിംഗ് കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു നവോച്ച സിംഗിനെ സൈൻ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ താരത്തിനെ പെർമനന്റായി സൈൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. 2025 വരെയാണ് നവോച്ച സിംഗിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നത്. ഈ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലൊക്കെ വലിയൊരു മുതൽക്കൂട്ടായ ഒരു താരം തന്നെയായിരുന്നു നവോച്ച സിംഗ്. മാത്രമല്ല വിങ്ങിലൂടെയൊക്കെ മികച്ച സ്പീഡി കൗണ്ടർ അറ്റാക്ക് ഒക്കെ നടത്താൻ കെൽപ്പുള്ള ഒരു പ്ലെയർ കൂടിയാണ് നവോച്ച. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡയമൻഡോക്കസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് പല ISL ടീമുകൾക്കും താല്പര്യമുണ്ട് എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സും ഡിമിട്രോസിന് ഒരു എക്സ്റ്റൻഷൻ ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് ചില ISL ടീമുകൾക്കൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളത്. മാർക്കസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാതെ 3 ISL ടീമുകളിൽ നിന്നും ഡിമിട്രോസിന് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറിനെ സ്വന്തമാക്കാനായിട്ട് നിരവധി ISL ടീമുകൾക്കാണ് താല്പര്യമുള്ളത്. എത്രയും വേഗം ഡിമിട്രോസിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയില്ലെങ്കിൽ താരത്തിനെ മറ്റേതെങ്കിലും ISL ടീമുകൾ സ്വന്തമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത ഒഡീസി FCയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. IFTWC റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒഡീസി FC എങ്ങനെ രോഹിത് കുമാർ എന്ന താരത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ISLൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചുള്ള ഒരു താരം കൂടിയാണ് രോഹിത് കുമാർ. ഈ ഒരു താരത്തിന്റെ സൈനിങ് ഒഡീസി FC കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് IFTWC റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ISL സീസണിൽ രോഹിത് കുമാർ ഒഡീസി FCക്ക് വേണ്ടിയായിരിക്കും കളിച്ചേക്കുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.